ക്രേസി ഗാർഡനിങ്ങിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നും എൻ്റെ വീട്ടിലുള്ള കുറച്ച് ചെടികളെ കാണിക്കാൻ വേണ്ടി എത്തിയിരിക്കുകയാണ്. നല്ല ഭംഗിയുള്ള നല്ല ഇലച്ചെടികൾ ഒരുപാട് എൻ്റെ കയ്യിലുണ്ട്. കഴിഞ്ഞ ദിവസം ഇട്ട വീഡിയോയിൽ കൂടുതലും പൂച്ചെടികളായിരുന്നല്ലോ. ഇത്തവണ ഇലച്ചെടികളാണ് കൂടുതലും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ഫിലോഡാൻഡ്രൻ സിൽവറിൻ്റെ കുറച്ച് വെറൈറ്റീസാണ് കേട്ടോ ഞാനിപ്പോൾ കാണിച്ചു തരുന്നത്. വലിയ ലീഫ് മുതൽ കുട്ടി ലീഫ് വരെയുള്ള ചെറിയ ചെടികൾ. ഇതൊക്കെ ഞാനിങ്ങനെ പിടിപ്പിച്ച് വരുന്നേ ഉള്ളൂ. കുഞ്ഞു കുഞ്ഞു പോട്ടുകളിലായിട്ട് പിടിപ്പിച്ച് വരുന്നതാണ് ഇപ്പോൾ കാണിക്കുന്നത്. അധികം വെയിൽ വേണ്ടാത്ത ഒരു ചെടിയാണിത്. ഒരുപാട് വെറൈറ്റി എനിക്ക് എൻ്റെ കയ്യിലുണ്ട് കേട്ടോ. പക്ഷേ ഈ ഒരു സിൽവർ മോഡൽ ഞാനിങ്ങനെ പിടിപ്പിച്ച് വരുന്നേ ഉള്ളൂ. അത് നമുക്ക് പിടിപ്പിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലാത്ത ഒരു ചെടിയാണ്. കാണാനും നല്ല ഭംഗിയാണ്. അത്യാവശ്യം നല്ല ഡിമാൻഡും ഉണ്ട് ഈ ചെടിക്ക്. ഇത് നോക്കിയ ഒരു ബ്ലാക്ക് അരേലിയാണ്. നല്ല ഭംഗിയാണ് കാണാൻ. ഇതിപ്പോൾ ഈ ഒരു ക്യാമറയിൽ കാണുമ്പോഴത്തേക്ക് ഒരു ഡാർക്ക് ഗ്രീൻ പോലെയല്ലേ, ഏകദേശം ഒരു ബ്ലാക്ക് കളറിലുള്ള ഇലകളാണ് കേട്ടോ ഇതിൻ്റെ. ശരിക്കും ഡാർക്ക് ഗ്രീനാണ്. എന്തൊരു ഭംഗിയാണെന്നറിയാം കാണാനായിട്ട്. ഇതിങ്ങനെ ഈ പോട്ടിൽ വെച്ച് ഇതിങ്ങനെ നിൽക്കുമ്പോൾ തന്നെ ഒരു പ്രദേശം മുഴുവനും നിറഞ്ഞ് നിൽക്കും പോലെ നമുക്ക് തോന്നിക്കും. ഒരുപാട് അരേലികൾ എൻ്റെ കയ്യിലുണ്ടെങ്കിലും ഇതിനോട് എനിക്കൊരു പ്രത്യേക ഇഷ്ടം തന്നെയാണ്. നല്ല ഹൈറ്റ് വയ്ക്കുന്ന ഒരു അരേലിയാണ്. ഇതിപ്പോൾ ഏതാണ്ട് ഏകദേശം എൻ്റെ അത്ര ഹൈറ്റ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. നല്ല ഭംഗിയുള്ള ഈ അരേലി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? അയ്യോ, ഇത് റെപ്സാലിസിസ് ആണ്. റെപ്സാലിസിസ് നമുക്കൊരു ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ട് വെക്കാനാണ് ഏറ്റവും ഉത്തമം. അതിൻ്റെ ലീഫ് ഇങ്ങനെ താഴേക്ക് ഇങ്ങനെ കിടക്കുകയാണ്. കുറച്ച് വെയിലൊക്കെ കിട്ടുമ്പോൾ നല്ല ചുവപ്പ് നിറം വരുന്ന ഈ ചെടിക്ക് ചെടിയുടെ അരികിലുണ്ടല്ലോ നല്ല മുത്തുകൾ ഇങ്ങനെ ഉണ്ടാകും. മുത്തുകൾ വന്നുകൂടി കാണുമ്പോൾ എന്തൊരു സൗന്ദര്യമാണെന്നറിയാം കാണാനായിട്ട്. അല്ലെങ്കിൽ തന്നെ കുറച്ച് വെയിൽ കിട്ടുന്ന സ്ഥലത്താവുമ്പോൾ ഈ ഒരു നിറം വരും. അല്ലെങ്കിൽ ഒരു പച്ച കളറാണ് സാധാരണയായിട്ട് നമ്മൾ കാണാറുള്ളത്. നല്ല ഭംഗിയല്ലേ ഈ ചെടിയെ കാണാനായിട്ട്. നല്ല വെയിൽ ആണ് കേട്ടോ ഇവർക്ക് ഇഷ്ടം. നല്ല വെയിലൊക്കെ നല്ലോണം കിട്ടുകയാണെങ്കിൽ കൂടുതൽ ചുവപ്പിലേക്ക് അത് വരും. ഇത് നോക്കിക്കേ, ഇത് നമ്മുടെ റാപ്പിഡോപോറയാണ്. ഇത് നമ്മുടെ അപ്പുറത്തെ വീട്ടിലെ ചേട്ടൻ്റെയൊക്കെ മതിലേക്ക് അങ്ങനെ കയറി പോയിരിക്കുന്നതാണ് കേട്ടോ. നല്ല പപ്പടം പോലെ ഇരിക്കുന്ന ലീഫാണ് ഇതിൻ്റേത്. എന്നാൽ നമ്മളിതൊരു ഹാങ്ങിങ് ബോർഡിലൊന്ന് ഇട്ട് നോക്കിക്കേ, ഇവ അങ്ങ് ചെറുതായി ഒരു കോയിൻ പോലെ ചെറുതായി പോകും. പക്ഷേ ഒരു മരമോ അല്ലെങ്കിൽ ഭിത്തിയൊക്കെ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലിങ്ങനെ പറ്റി പിടിച്ച് കയറിപ്പോകുമ്പോൾ അവയുടെ ഇലകൾ അങ്ങോട്ട് നല്ല വലിപ്പം വയ്ക്കും. ചട്ടിയിൽ വെച്ചിരിക്കുന്നതാണ് ഇത്. അവരുടെയും മതിലിലേക്ക് അങ്ങനെ കയറി പോകുന്നതാണ് നമ്മൾ കാണുന്നത്. നല്ല ഭംഗിയാണ് കാണാൻ. ഒരു മരത്തിലാണെങ്കിൽ ഒരു പ്രത്യേക രസമാണ്. ഇവിടെ കളറൊക്കെ അങ്ങ് വരും. അയ്യോ, ഇത് നോക്കിക്കുക, നല്ല കലാത്തിയാണ്. കലാത്തിയുടെ ഒരു ചെറിയൊരു ലീഫാണ് കേട്ടോ ഇത്. നല്ല അത്യാവശ്യം വെയിൽ അധികം വേണ്ട, എന്നാലും ഒരു കുറച്ച് മീഡിയം ലൈറ്റിൽ നിൽക്കുന്ന ഒരു ചെടിയാണ് കലാത്തിയ. ഇത് നോക്കിക്കേ, സ്നേക്ക് പ്ലാന്റുകളാണ്. സ്നേക്ക് പ്ലാന്റിൻ്റെ കുറേ വെറൈറ്റി എൻ്റെ കയ്യിലുണ്ട് കേട്ടോ. ഇപ്പോൾ മഴയൊക്കെ വരാൻ പോകുന്നതുകൊണ്ട് ഞാൻ കുറച്ച് വെറൈറ്റീസ് നിങ്ങളെ കാണിക്കുന്നുള്ളൂ. നല്ല ഭംഗിയുള്ള ഡാർക്ക് ഗ്രീൻ വരുന്ന ഒരു സാൻസ്വേരിയാണിത്. നല്ല രസമാണ്. ശരിക്കും ഒരു എയർ പ്യൂരിഫൈയിങ് ആയതുകൊണ്ടാണ് ഈ ഒരു പ്ലാന്റ് നമുക്ക് വീടിനുള്ളിലൊക്കെ വയ്ക്കുന്നത്. ഇത് നോക്കിക്കേ, നല്ല ഡാർക്ക് ഗ്രീനും അതിൻ്റെ സൈഡിൽ നല്ല ലൈറ്റ് ഗ്രീനും കൂടി വരുന്നൊരു കോമ്പിനേഷൻ. നല്ല ഭംഗിയാണ്. നല്ല ഹെൽത്തിയാണിത്. ഈ ഒരു ചെടി കാണുമ്പോൾ തന്നെ അറിയാം നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുന്ന മനോഹരിയാണ്. ഇത് രണ്ട് വെറൈറ്റികളും ഞാൻ ഒന്നിച്ച് പിടിച്ച് നിൽക്കുന്ന ഒരു രീതിയാണ്. ഇത് നോക്കിക്കുക, നമ്മുടെ കോബ്ര സാൻസ്വേരിയ എന്ന് ചിലർ ഇതിനെ പറയും കേട്ടോ. കാരണം ഇതിങ്ങനെ ഒരു മൂർഖൻ പാമ്പിൻ്റെയൊക്കെ ഒരു തല പോലെയൊക്കെ തോന്നിപ്പിക്കുന്ന ലീഫാണ്. അതുകൊണ്ടാണ് നമ്മൾക്ക് അങ്ങനെയൊരു പേര് ചില ആളുകൾ വിളിക്കുന്നത്. കണ്ടാൽ തന്നെ പേടി തോന്നുന്ന ഇവ പക്ഷെ ചട്ടി നിറഞ്ഞു നിൽക്കുന്നത് കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ്. ഇത് നോക്കിക്കുക, നമ്മുടെ നാടനാണെന്ന് തോന്നിക്കും, പക്ഷെ നാടനല്ല. ഇത് നല്ല വീതി ലീഫ് വരുന്ന ഒരു സാൻസ്വേരിയാണ്. നല്ല വീതി വരുന്ന ഒരു ചെടിയാണ്. നല്ല ഭംഗിയുള്ള ഈ സാൻസ്വേരിയെ കാണാനും നല്ലതാണ്. അത്യാവശ്യം നല്ല ഹൈറ്റും വയ്ക്കും. ഇത് നോക്കിക്കുക, നല്ലൊരു യെല്ലോയും അതുപോലെ ഗ്രീനും കൂടിയുള്ള കോമ്പിനേഷൻ. ആഹാ, എന്തൊരു ഭംഗിയാണല്ലേ. നല്ല രസമുണ്ട് കാണാനായിട്ട്. കഴിഞ്ഞ ദിവസം ഇതിൻ്റെ വേറൊരു പ്ലാന്റ് കൂടി ഉണ്ടായിരുന്നു. അത് സെയിലായി പോയതാണ്. നമ്മുടെ റീന എന്ന് പറഞ്ഞ ചേച്ചിയാണ് അത് വാങ്ങിച്ചത്. ഇതും അതുപോലെ തന്നെ ഈ ഒരു സാൻസ്വേരിയ നല്ല രസമാണല്ലേ. ഒരുപാടുണ്ട് കേട്ടോ. ഇത് നല്ല അതിങ്ങനെ വെച്ചിരിക്കുന്നതാണ്. ഇത് നോക്കിക്കുക, റബ്ബർ പ്ലാന്റ് ആണ്. അതിൻ്റെ ഒരു കളർ കോമ്പിനേഷൻ തന്നെ ആരെയും മോഹിപ്പിക്കുന്ന ഒന്നാണ്. ലൈറ്റ് ഗ്രീനും ഡാർക്ക് ഗ്രീനും യെല്ലോയും ഒക്കെ ചേർന്ന ഈ ഒരു കോമ്പിനേഷൻ കാണുമ്പോൾ തന്നെ എന്തൊരു ഭംഗിയാണല്ലേ. ഇപ്പോൾ പൂവിനേക്കാൾ സൗന്ദര്യമാണ് ചില ചെടികൾക്കിടെ ആ ഇലകൾക്കുമൊക്കെ. അത് നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്.
നല്ല രസമല്ലേ. അതുപോലെ തന്നെ എന്തേ നോക്കിക്കേ, ഇതൊരു ട്വിസ്റ്റഡ് ഫേണാണ്. ഫേണുകളുടെ 2 വെറൈറ്റിയാണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. സാധാരണ ഒരു കോമൺ ആയിട്ട് കാണുന്നത് എൻ്റെ കയ്യിൽ വേറെയുണ്ട്, അതൊന്നും കാണിക്കുന്നില്ല. ഇന്ന് ഞാൻ ഈ ട്വിസ്റ്റഡ് ഫേണും അതുപോലെ തന്നെ ഒരു ഹാർട്ട് ഫേണുമാണ് കാണിക്കുന്നത്. നല്ല റേറ്റുള്ള ഈ 2 ചെടികളും നല്ല കെയറിങ് വേണം. ഒട്ടും വെളിച്ചമില്ലാത്ത സ്ഥലത്ത് വെക്കുന്നതാണ് കൂടുതൽ നല്ലത്. നല്ല ഭംഗിയല്ലേ എല്ലാ ചെടികളെയും കാണാനായിട്ട്. മനോഹരങ്ങളായ ഈ ചെടികളെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്കൊക്കെ ചെയ്യുക കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാവേ.